ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ 2 പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യമൊരുക്കിയതിന്റെ സംതൃപ്തിയിൽ. പത്തിയൂരിലെ 2 കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കാണ് കരുതൽ തണലായി മാറിയത്. 2 കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യമൊരുക്കിയതിന്റെ സംതൃപ്തിയിലാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 2 കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കാണ് വിവാഹത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത പല വീട്ടമ്മമാരുണ്ട്. മകളുടെ വിവാഹം, വീട്, ശരിക്കും നമ്മുടെ ഇടപെടലുകളൊക്കെ അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് സന്തോഷകരമായി സമാധാനത്തോടെ ഉറങ്ങുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പിലാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 70ാമത്തെ വിവാഹം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് എരിവ് അമ്പലത്തിൽ നടക്കും. 2 പെൺകുട്ടിയുടെ വിവാഹമാണ് പത്തിയൂർ പഞ്ചായത്ത്. സ്വർണവും പണവും ഒന്നും കൊടുക്കാനില്ല. ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, പന്തലൊരുക്കാൻ പറ്റും, പെൺകുട്ടിയെ ഒരുക്കാൻ പറ്റും, സൽക്കാരങ്ങൾക്കുള്ള ഭക്ഷണം, ഉച്ചയ്ക്കത്തെ സദ്യ ഒരുക്കാൻ പറ്റും. സോഫിയാണ് എരിവ് അമ്പലത്തിൽ സദ്യ വെച്ചത്. ഇതുവരെയുള്ള എല്ലാ സൽക്കാരങ്ങൾക്കും ജലപ്പഞ്ചായത്തിൻ്റെ ചായക്കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് മുട്ട കറിയൊക്കെ തരുന്നത്. പക്ഷേ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തെ വളരെ പ്രയാസപ്പെടുത്തി. അതിന് വേണ്ടുന്ന ഉള്ളിയും സബോളയും ഇഞ്ചിയും പച്ചമുളകും മുട്ടയെല്ലാം തന്നു. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ മലബാർ ഹോട്ടൽ ആണ്, മുന്തുകുളം. നല്ല ഇന്നലെ ബിരിയാണിയൊക്കെ നല്ല ബിരിയാണിയാണ്. അദ്ദേഹത്തിൻ്റെ അധ്വാനം നിസ്സാരമല്ല. ഇന്നത്തെ തീയുടെ മുമ്പ് ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഞാൻ ചരിത വന്ന് പുകയാണ്. ഈ രാവിലെ 25 കിലോ ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ല മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ക്രമീകരണത്തിലാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇദ്ദേഹത്തെ അറിയാൻ മേത്തായിട്ട് ആരുമില്ല. നങ്ങിയാളങ്ങനെ പണ്ട് ഒരു കടയൊക്കെ നടത്തിയാണ്. മലബാർ ഹോട്ടൽ നല്ല ബിരിയാണിയാണ് കേട്ടോ. മലബാർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബിരിയാണി ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള ആഗ്രഹത്തിലാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. സർക്കാർ സഹായിച്ച ഒത്തിരി പേരുണ്ട്. വസ്ത്രങ്ങൾ തന്ന അയ്യപ്പാസ് 14-ാം തീയതി അതിൻ്റെ പുതിയ ഓപ്പണിംഗ് ആണ്. സഹിച്ചാൻ, പുറത്തൂരത്തെ സഹിച്ചാൻ, അങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ സഹായങ്ങൾ. ഈ കല്യാണം 2 കല്യാണം, 24-ാം തീയതി വീണ്ടും മറ്റൊരു കല്യാണം. ഈ മാസം 3 പെൺകുട്ടിയുടെ വിവാഹമാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഏറ്റെടുക്കുന്നത്. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ പറയും, എനിക്കൊരു മകളാണ്. പക്ഷേ മകളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ 70 പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിക്കുവാൻ 126 കൊച്ചുമക്കൾ. ഈ സന്തോഷത്തിൽ നിങ്ങളുടെയും പങ്കുണ്ട് എല്ലാവരോടും. ഞാൻ ഇടനിലക്കാരൻ, വെറും പോസ്റ്റ്മാനാണ്. ഞാൻ ചോദിക്കുന്ന എല്ലാം കിട്ടും, എല്ലാം തരും. നല്ലവരായ എല്ലാവരോടും കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കും. 2 കുടുംബത്തിലെയും ഗ്രഹനാഥന്മാർ മരണമടഞ്ഞിരുന്നു. സ്വർണവും പണവും ഒഴിച്ചായിരുന്നു വിവാഹങ്ങൾ നടത്തിയത്. പന്തലിട്ടും 800ഓളം പേർക്ക് തൂശനിലയിൽ വിവാഹ സദ്യ ഒരുക്കിയും വിവാഹ വസ്ത്രം നൽകിയുമാണ് താലികെട്ടൽ ചടങ്ങ് നടത്തിയത്. വിവാഹ സൽക്കാരവും ഒരുക്കിയിരുന്നു. കരുതലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 70ാമത് വിവാഹമായിരുന്നു ഇത്. വിവാഹ ചടങ്ങിൽ കണ്ടെത്തിയ രോഗിയായ മാതാപിതാക്കളുടെ മകളുടെ വിവാഹവും കരുതൽ ഏറ്റെടുത്തു. മെയ് 3-ന് ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചതായി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം ദീപക് എരുവ, ലത, പ്രഭാത്, ജോസ്, സാമുവൽ, റിയാസ്, സുഭാഷ്, അഷ്റഫ് കാട്ടിൽ, അനിൽ ജോമോൻ, സന്ധ്യ, സിജി തുടങ്ങിയവർ വിവാഹ ചടങ്ങിനും സൽക്കാരത്തിനും നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.